PTA പ്രസിഡന്റ് സന്തോഷ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, രാജശ്രീ കുടുംബത്തിലേക്ക് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഈ സ്കൂളിൽ പഠിച്ചവരും ഈ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പഠിച്ചവരും കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ പഠിച്ചവരുമായ കുട്ടികളാണ് അടുത്ത 2 വർഷത്തെ 11-12 ക്ലാസ്സുകളിൽ പഠിക്കുന്നതിന് വേണ്ടി വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. സ്വാഭാവികമായും ചിലർക്ക് ഈ സ്കൂൾ പരിചിതമാണ്, എന്നാൽ മറ്റു ചിലർക്ക് ഈ സ്കൂളിന്റെ അന്തരീക്ഷം അപരിചിതവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന നിങ്ങൾക്ക് പ്രാഥമികമായും ഗൗരവമായും അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകിച്ചും മാതാപിതാക്കളും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ പ്രസ്താവിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിക്ഷിപ്തമായ ചുമതല. ഈ സ്കൂളിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഹയർ സെക്കൻഡറി ആരംഭിച്ച കാലഘട്ടം മുതൽ ഒരു സ്കൂൾ ഡയറി ഈ രീതിയിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്കൂൾ ഡയറിയിൽ സ്കൂളുമായി ബന്ധപ്പെട്ട സമ്പൂർണവും സമഗ്രവുമായ വിവരങ്ങൾ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചുള്ളത് ഉണ്ടാവും. ക്ലാസ് തുടങ്ങി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സ്കൂൾ ഡയറി കിട്ടുന്നതാണ്. അതിൽ സ്കൂളിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ വ്യക്തമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും എല്ലാവരുടെയും പൊതുവായ അറിവിലേക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ച് പ്രസ്താവിക്കുകയാണ്. ഈ ഡയറി ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും നിർബന്ധമായും പ്രവൃത്തി ദിവസങ്ങളിൽ സ്കൂൾ ഡയറി മറ്റ് ടെക്സ്റ്റ് ബുക്കുകൾ കൊണ്ടുവരുന്നതോടൊപ്പം അവരുടെ സ്കൂൾ ബാഗിൽ കാണേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, പ്രത്യേകിച്ച് അവധി എടുക്കുന്ന അത്യന്താപേക്ഷിതമായ ഘട്ടത്തിൽ അവധി എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സ്കൂൾ ഡയറിയിൽ പ്രത്യേകം രക്ഷകർത്താക്കൾ അത് രേഖപ്പെടുത്തി ഒപ്പിട്ട് തന്നെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ലീവ് അനുവദിക്കുകയുള്ളൂ. അതുപോലെ സ്കൂൾ ഡയറിയിൽ ക്ലാസ് ടീച്ചേഴ്സിന് അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ടവർക്ക് രക്ഷകർത്താക്കളെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിനും ഈ സ്കൂൾ ഡയറിയാണ് ഉപകാരപ്പെടുന്നത്. മറ്റൊന്ന്, സ്കൂളിലെ സമയം രാവിലെ 10 മണി മുതൽ 4:30 വരെയാണ്. 8 പീരീഡാണ് ക്ലാസ് ഒരു ദിവസം ക്രമീകരിച്ചിട്ടുള്ളത്. സാറ്റർഡേ മാത്രം ഉച്ചകൊണ്ട് ചില ക്ലാസ്സുകൾ അവസാനിക്കും. കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പോലുള്ള ക്ലാസ്സുകൾ. കൊമേഴ്സിനും ലൈബ്രറി ലാബുകൾ ഉപയോഗിക്കേണ്ട സയൻസും കൊമേഴ്സും ബാച്ചുകൾക്ക് ചിലപ്പോൾ സാറ്റർഡേയിലാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നുണ്ട്. 2ാം ശനിയാഴ്ചകളിൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല. സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ 2ാം ശനിയാഴ്ച കുട്ടികൾ വരേണ്ടതുള്ളൂ. മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ക്ലാസ്സുകളിൽ വന്നു കഴിഞ്ഞിട്ട് ഈ ക്യാമ്പസിന് വെളിയിലേക്ക് ചില സാധനങ്ങൾ വാങ്ങിക്കാനായി ഒറ്റയായി കൂട്ടമായും പോകുന്ന ഒരു പ്രവണതയുണ്ട്. ഒരു തരത്തിലും അത് ഞങ്ങൾ അനുവദിക്കുന്നതല്ല. പലരും ബസ്സിന്റെ സമയം അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നേരത്തെ വരുന്നു എന്ന് പറയും. ചിലര് വളരെ വൈകി ബസ് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ വളരെ വൈകി ക്ലാസ് വരും. പക്ഷേ ക്ലാസ് ടൈമിന്റെ ആ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമ്പസിൽ ഒരു 15 അല്ലെങ്കിൽ ഒരു 20-25 മിനിറ്റിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നീട് സാധനങ്ങൾ വാങ്ങിക്കാനും അല്ലെങ്കിൽ പേപ്പർ വാങ്ങിക്കാൻ, പേന വാങ്ങിക്കാൻ എന്ന് പറഞ്ഞ് പുറത്തു പോകുന്ന ഒരു പ്രവണത അത്ര നല്ലതല്ല. അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ളത് അത് വാങ്ങിച്ച് നേരത്തെ ക്ലാസ്സിൽ ഹാജരായി കഴിഞ്ഞാൽ പിന്നീട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തു പോകുന്നത് ഒഴിവാക്കണം. വന്നു കഴിഞ്ഞാൽ തന്നെ അവരവരുടെ ക്ലാസ്സുകളിൽ അവരവരുടെ ബെഞ്ചുകളിൽ അല്ലെങ്കിൽ അവരവരുടെ സ്ഥലത്ത് ഇരുന്ന് പഠിക്കുകയോ എടുക്കുകയോ ചെയ്യുകയല്ലാതെ ക്യാമ്പസിനകത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പ്രവണത നിങ്ങൾ ഉണ്ടാക്കരുത്. മറ്റ് ക്ലാസ്സുകളിലേക്ക് കൂട്ടുകാരെ തേടി പോകുന്ന പ്രവണതയും ഒഴിവാക്കണം. നിങ്ങളുടെ ക്ലാസ്സിൽ കയറുവാൻ മാത്രമേ അധികാരമുള്ളൂ. അഥവാ വേറെ ഏതെങ്കിലും ക്ലാസ്സുകളിൽ കയറണമെങ്കിൽ അത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോടോ അല്ലെങ്കിൽ കൺസേൺ ടീച്ചേഴ്സിനോടോ അനുവാദം വാങ്ങിയിട്ട് മാത്രമേ മറ്റ് ക്ലാസ്സുകളിൽ കയറാൻ പാടുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അറിയിക്കാനുള്ളത്. സ്കൂളിലെ പ്രവൃത്തി ദിവസം ആരംഭിച്ച് 8-ാം തീയതിയാണ് സ്കൂൾ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് 1ാം വർഷ +1 കുട്ടികൾക്ക് ആ സമയം മുതൽ നിങ്ങൾക്ക് യൂണിഫോം ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്യുന്നതാണ്. യൂണിഫോം വളരെ നിർബന്ധമാണ്. പക്ഷേ 1-1.5 ആഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തേക്ക് ഈ യൂണിഫോം തയ്ക്കുന്നതിനുള്ള സൗകര്യം നിങ്ങൾക്ക് മറ്റ് കാഷ്വൽ ഡ്രസ് ഇടാനുള്ള അവകാശം. പക്ഷേ ഇപ്പൊ തന്നെ ഇരിക്കുന്നവരെ നോക്കിയാൽ തന്നെ അറിയാം, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ധരിക്കുന്ന വേഷ
വിധാനത്തോടെ അല്ല ഇവിടെ വന്നിരിക്കുന്ന പലരും. സ്കൂൾ യൂണിഫോം എന്ന് പറയുമ്പോൾ അത് എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു തരത്തിലേക്കുള്ളതാണ്. അത് ഏത് വിധത്തിൽ പെൺകുട്ടികൾ തയ്ക്കുന്നത് എങ്ങനെയാണ്, ആൺകുട്ടികൾ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പ്രത്യേകം പരാമർശിച്ചാണ് സോറി കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്പോൾ ഒരു വഴി കൂടി ഞങ്ങൾ മുന്നിലാണ്. ഇവിടെ നിന്ന് നിങ്ങളുടെ അളവെടുത്ത് ഇവിടെ നിന്ന് തയ്ച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെ ആണെങ്കിൽ പോലും പല കുട്ടികളും അതിനകത്ത് അവരവരുടേതായ വിരുപ്പണികൾ ചെയ്യുന്ന ഓൾട്ടർ ചെയ്യുന്ന ഒരു സംവിധാനം. പ്രത്യേകിച്ചും അത് ഈ ലോ വേസ്റ്റ് എന്ന് നിങ്ങൾ പറയും, കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂടി പോകും എന്ന് തോന്നും. ആ രീതിയിലുള്ള പാന്റ്, ഏറ്റവും അടിവശം ടൈറ്റ് ആക്കിയിട്ടുള്ള പാന്റ്, അതുപോലുള്ള ഈ ഷോൾഡറിന്റെ ഭാഗം വളരെ മേലോട്ട് കയർ ചെയ്ത് ഈ വയറിന്റെ ഭാഗം ഇറങ്ങിപ്പിടിച്ചിരിക്കുന്നത്, ഇത്തരത്തിലുള്ള രീതിയിൽ വേഷങ്ങൾ ഓൾട്ടർ ചെയ്യുവാൻ അല്ലെങ്കിൽ ഡ്രസ്സ് ഓൾട്ടർ ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പെൺകുട്ടികളാണെങ്കിലും യൂണിഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് അത് തയ്പ്പിച്ചു തരുന്ന രീതിയിൽ തന്നെ തയ്ക്കുവാൻ ശ്രമിക്കണം. അതുവരെ യൂണിഫോം കിട്ടുന്നത് വരെ ഈ കല്യാണത്തിനും ഉത്സവത്തിനും ഒക്കെ പോകുന്ന പോലെയുള്ള വേഷഭൂഷാദികളോടുകൂടി വരാൻ ശ്രമിക്കുക. നിങ്ങൾ സ്കൂളിലാണ് വരുന്നത് ഓർക്കണം, കോളേജിലല്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൻ്റെതായ ഒരു പൊതുമാന്യതയിൽ ഇണങ്ങുന്ന വേഷങ്ങൾ മാത്രമേ നിങ്ങൾ ധരിക്കണം. പ്രത്യേകിച്ചും ഈ ഇറുകി പിടിച്ചു കിടക്കുന്ന ജീൻസ് ഒക്കെ ഇട്ടുകൊണ്ട് വരുന്ന പ്രവണത നല്ലതല്ല. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണ്. അതുപോലെ ടീഷർട്ട്, കോളർ ഒന്നുമില്ലാത്ത ടീഷർട്ട് ഇട്ടുകൊണ്ട് ഒരു കാരണത്താലും പെൺകുട്ടികൾ ക്യാമ്പസിൽ പ്രവേശിക്കരുത്. നിങ്ങളുടെ ശരീരം അറിഞ്ഞു കിടക്കുന്ന വിധത്തിലുള്ള ചുരിദാറുകളുണ്ട്, ലോങ് സ്കേർട്ടുകളുണ്ട്, അതുപോലുള്ള ലോങ് ബ്ലൗസുകളുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങൾ ധരിക്കാവൂ. ഒരു തരത്തിലും മെഡി, ടോപ്പ്, ലാച്ച അതുപോലുള്ള തിരുവടി സാധനങ്ങളൊന്നും സ്കൂളിൽ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഈ തലമുടി വെട്ടുന്ന രീതി നിങ്ങൾക്കൊക്കെ അറിയാം. ആൺപിള്ളേരിങ്ങനെ പച്ച വെട്ടി സ്പൈക്കും ഒക്കെ വെച്ച് ഓയിലൊക്കെ പുരട്ടി പൊക്കി മുളമ്പങ്ങയുടെ കൊണ്ട് തലമുടി ഇങ്ങനെ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊന്നും ഭൂഷണമല്ല. അതൊക്കെ പച്ച വെട്ടി ചിലര് ഈ പുറവശത്ത് ഒരു ഞാന് പോലെ ഒരു 4 തലമുടി ഇങ്ങനെ വെച്ചിട്ട് അതിലൊരു മുപ്പൊക്കെ കെട്ടിക്കൊണ്ടു, ചെവിയിൽ ഇങ്ങനെ കമ്മലൊക്കെ കെട്ടി, കയ്യിൽ ആവശ്യമുള്ളതൊന്നും ഇല്ലാത്തതായ സകല നിറങ്ങളുള്ള ചരടുകളൊക്കെ കെട്ടിക്കൊണ്ട് വരുന്ന ഒരു പ്രവണതയുണ്ട്. അത്യാവശ്യം ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്നോ അമ്പലങ്ങളിൽ നിന്നോ അതുപോലെ കുതിച്ചു കിട്ടുന്ന ചരടുകൾ കിട്ടുന്നതിനകത്ത് ഒരു തരത്തിലും കുഴപ്പമില്ല. പക്ഷെ ആ ചരടുകൾ കയ്യിൽ ഒരു 10-15 എണ്ണം കെട്ടുക എന്ന് പറയുന്നത് ഭൂഷണമല്ലാതെ കുട്ടികൾ കാണിക്കുന്ന ഒരു ആഡംബര ഭ്രമമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കണം. പെൺകുട്ടികളാണെങ്കിലും ഈ തലമുടിയൊക്കെ പാറി പറിച്ചിട്ട് പനീനാട് രാവിലെ യക്ഷി വരുന്നത് പോലെ വരരുത്. അതൊക്കെ ചീകി നീക്കി ഒതുക്കി കെട്ടി വെച്ച് വേണം വരാൻ. അത് ഒരു കഷ്ണം ഇപ്പുറത്തോട്ടും ഒരു കഷ്ണം ഇപ്പുറത്തോട്ടും ഒക്കെ ഇട്ട് വരുന്നത് പുരുഷനല്ല. പ്രത്യേകിച്ച് യാത്രയൊക്കെ ചെയ്യുന്നതാണ്. ബസ്സിലൊക്കെ അങ്ങനെ അഴിച്ചിട്ട തലമുടിയുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അപകടകരമായ കാര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ വേണം വേഷം ധരിച്ച് വരാൻ. മറ്റൊന്ന്, ഈ പെൺപിള്ളേരെ സംബന്ധിച്ച് പറയാനാണെങ്കിലും അത്യാവശ്യം ഒരു പൊട്ടോ സിന്ദൂരോ ചന്ദനോ ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ചില കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വരണം, പിന്നെ ഇങ്ങനെ വരണം, പിന്നെ ഇവിടെ വരണം, ഒരു അരിവാള്, കഴുതാര, അതുപോലെയൊക്കെയുള്ള ചില വലിയ പഴങ്ങളുള്ള പൊട്ടൊക്കെ ഇട്ടുകൊണ്ട് വരും. അതൊന്നും സ്കൂളിൽ അനുവദിക്കുന്നതല്ല. അത്യാവശ്യം ഒരു കുട്ടികളാണ്. വില കൂടിയ ആഭരണങ്ങൾ ഒരു കാരണത്താലും പെൺകുട്ടികൾക്ക് ഇട്ടുകൊടുക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കരുത്. സ്കൂളിൽ വരുമ്പോൾ അത്യാവശ്യം ഒരു പേടുമാലയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു മാലയോ ഒക്കെ ഇടാം, ഒരു ചെറിയ വളയിടാം. അതല്ലാതെ കാലില് ഈ പാദസരം, സ്വർണ്ണത്തിന്റെ പാദസരമൊക്കെ ഇട്ട് കുട്ടികളെ വിടുന്നത് ഭൂഷണമല്ല. സ്വർണ്ണത്തിന്റെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ ഒത്തിരി അപകടകരമായ കാര്യങ്ങൾ ക്ഷണിച്ചു വരുന്നതാണ്. നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ടാൽ തന്നെ ക്യാമ്പസിൽ വെച്ച് ആകണമെന്നില്ല, ക്യാമ്പസിൽ വെച്ച് ആയാൽ തന്നെ കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആൺകുട്ടികളാണെങ്കിലും ബെൽറ്റ് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ബെൽറ്റിന്റെ ബക്കിൾ എന്ന് പറയുന്നത് ഈ സാധാരണ ഉള്ളതായിരിക്കണം. അല്ലാതെ അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചപ്പാത്തി പല പോലെ വലിയ ബക്കിള് ഉള്ള ഇതൊന്നും ഇടരുത്. ബ്ലാക്ക് ബെൽറ്റാണ് ഉപയോഗിക്കുന്നത്. വേറെ കളറുള്ള ബെൽറ്റുകൾ ഉപയോഗിക്കാൻ പാടുന്നതല്ല. അത് വളരെ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, ക്ലാസ് റൂം വളരെ നീറ്റായിരിക്കണം. നിങ്ങൾ ഇതുകൊണ്ട് വരുന്ന യൂണിഫോം വളരെ വൃത്തിയുള്ളതും ആയിരിക്കണം. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സ്കൂളിൽ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച പോലെയല്ല. സ്കൂൾ മാനേജ്മെന്റ് നിങ്ങൾക്ക് വേണ്ടി വിലപിടിപ്പുള്ള ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള സാധന സാമഗ്രികളാണ് പഠനത്തിന് സൗകര്യപ്രദമായി നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്ലാസ് റൂമിലുള്ള ഫർണിച്ചർ, നിങ്ങളുടെ ലൈബ്രറിയിലെ വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ, നിങ്ങളുടെ ലാബിലെ വിലപിടിപ്പുള്ള കമ്പ്യൂട്ടറുകൾ, നിങ്ങളുടെ മൾട്ടിമീഡിയ സെന്ററിലെ പ്രത്യേകമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതിക ഉപകരണം,
ഇതുപോലെയുള്ള പിന്നെ സ്കൂളിൽ മറ്റ് അനുദാന സംഗതികൾ എന്ന് പറഞ്ഞാൽ ടി വി സ്കൂളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ടോയ്ലറ്റ് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സ്കൂളിൽ വാനുണ്ട്, മറ്റ് സാധന സാമഗ്രികൾ ചെക്കുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ ചിട്ടയായും ഇത് വളരെ കൃത്യമായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. ഇത് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് പ്രവർത്തനക്ഷമം അല്ലാതെ ആക്കി തീരുകയോ ചെയ്തു കഴിഞ്ഞാൽ ഗൗരവമായ കൃത്യമായിട്ട് ആളുകൾ പിഴ ഈടാക്കുന്നതാണ്. അതിന്റെ പേരിൽ കുട്ടികൾക്ക് കടുത്ത ശിക്ഷണ നടപടികൾ ഏർക്കേണ്ടതായിട്ട് വരും. ആയതിനാൽ സ്കൂളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ നിങ്ങൾ സുരക്ഷിതമായി ഉപയോഗിക്കുകയും ഉപയോഗം കഴിഞ്ഞിട്ട് യഥാസ്ഥാനത്ത് അത് വെക്കുകയും ചെയ്യുവാൻ നിങ്ങൾ തന്നെ ശ്രദ്ധ പ്രത്യേകം കാണിക്കേണ്ടതാണ്. ടെക്സ്റ്റ് ബുക്കുകളും അതുപോലുള്ള കാര്യങ്ങളും പല കുട്ടികളും സയൻസും കോമേഴ്സും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകൾ വലിയ ഭാരമുണ്ട്, അത് മനസ്സിലാക്കാം. അതുകൊണ്ട് പലരും ടെസ്റ്റിംഗ് കഴിഞ്ഞ് ഒളിപ്പിച്ച് വെച്ചേക്കും രാവിലെ തിരിച്ചു അതുകൊണ്ട് പാസ് ചെയ്തിരിക്കുന്ന പ്രവണതയുണ്ട്. അതും ശരിയല്ല. അവരവരുടെ ടെക്സ്റ്റ് ബുക്കുകൾ അവരവർ തന്നെ സൂക്ഷിക്കുകയും അത് നല്ല വൃത്തിയായി കൊണ്ടുവരികയും വേണം. അലക്ഷ്യമായി ടെക്സ്റ്റ് ബുക്കുകളും നോട്ട് ബുക്കുകളും വലിച്ചെറിയുകയോ അവിടെ അവർക്ക് രൂപയോ ചെയ്യുന്നത് അവരവരുടെ പേരെഴുതി സൂക്ഷിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ആയിരിക്കണം അവരവരുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല. എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് മറ്റ് ക്ലാസ്സുകളിൽ കയറാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ സ്കൂളിന്റെ ക്യാമ്പസിൽ നിന്ന് പുറത്ത് ഇവിടെ വന്നതിന് ശേഷം പോകണമെങ്കിൽ അത് പ്രിൻസിപ്പളോ അതല്ലെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സോ അറിഞ്ഞിരിക്കണം. അല്ലാതെ പുറത്തു പോകുന്ന ഒരു രീതി നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത്. മറ്റൊരു വിഷയം, നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല വിധത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നതാണ്. അങ്ങനെ മുൻകൂട്ടി അറിയിക്കുന്ന പരീക്ഷകളുടെ ടൈം ടേബിൾ വരും. അത് ഏത് സമയമാണെന്ന് പറയും. ആ സമയം മാത്രമേ നിങ്ങൾ ഈ പരീക്ഷാ ഹാളിലേക്കും ക്യാമ്പസിലേക്കും പ്രവേശിക്കാവൂ. ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ സെഷനാണ് പരീക്ഷയ്ക്ക് രാവിലെ വന്ന് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു കാര്യം ശരിയല്ല. ഫോർമൂളാണ് പരീക്ഷയെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ടും വണ്ടി കിട്ടിയില്ല അല്ല വണ്ടി കിട്ടുന്നവരെ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ച് ആരും ഇവിടെ കലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പാടില്ല. സമയത്ത് പഠിച്ച് പരീക്ഷയുടെ സമയത്ത് വരിക എന്നുള്ളതാണ്. പരീക്ഷയിൽ യാതൊരു വിധത്തിലുള്ള മാർക്ക് പ്രാക്ടീസും നമ്മൾ അനുവദിക്കുന്നതല്ല. ഒരു തരത്തിലും ഈ ഇപ്പോഴത്തെ ഗ്രേഡിംഗ് സംവിധാനം അനുസരിച്ച് പഴയ പോലെ കോപ്പി അടിക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ എങ്കിൽ പോലും തൊട്ടടുത്തിരിക്കുന്നവരുടെ നോക്കിയെഴുതാനോ എഴുതിക്കൊണ്ടിരിക്കുന്നവരെ ശല്യപ്പെടുത്താനോ ഒക്കെ ശ്രമിക്കുന്നത് മാർക്ക് പ്രാക്ടീസാണ്. അല്ലെങ്കിൽ സൂപ്പർവിഷൻ വരുന്ന ടീച്ചേഴ്സിനോട് പല രീതിയിൽ തത്വത്തിന് പറയാം. ഇതൊക്കെ മാർക്ക് പ്രാക്ടീസിനകത്ത് വിടുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കുട്ടികൾ പെരുമാറുകയാണെങ്കിൽ അത് അച്ചടക്ക ലംഘനമായി പരിഗണിക്കുന്നതും വേണ്ടപ്പെട്ട രീതിയിൽ കർശനമായ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, സ്കൂളില് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിൻസിപ്പലിനെ കാണേണ്ടി വരും. ചില സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ പോകേണ്ടതായിട്ട് വരും. ലാബിൽ ചിലപ്പോൾ കയറേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ ലൈബ്രറിയിൽ കയറേണ്ടതായിട്ട് വരും. സ്കൂൾ ഓഫീസിൽ കയറേണ്ടതായിട്ട് വരും. അത് വെറുതെ ചുമ്മാ ഇടിച്ചു കയറിയെന്ന് നമ്മൾ ചന്തലൊക്കെ പോകുന്ന പോലെ കയറി പോകുന്ന ഒരു പ്രവണത ശരിയല്ല. പ്രത്യേകമായ പെർമിഷൻ വാങ്ങിക്കൊണ്ട് മാത്രമേ ലാബിൽ കയറും. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ ലാബിൽ കയറുന്ന ഒരു കൊമേഴ്സ് കുട്ടി കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ അനുവാദമില്ലാതെ അത് കയറാമാണ്. സ്റ്റാഫ് റൂമിലേക്ക് ഏതെങ്കിലും ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടി വരുന്ന കുട്ടിയാണെങ്കിൽ ആ കാര്യം സാധിക്കുന്ന ടീച്ചറിനോട് അറിയാതെ സ്റ്റാഫ് റൂമിൽ പ്രവേശിക്കാൻ പാടില്ല. ലൈബ്രറിയിലുണ്ട്, ലൈബ്രറിയിനോട് ചോദിക്കാതെ ലൈബ്രറിയിൽ കയറുവാനുള്ള അവസരം ഉണ്ടാകരുത്. ഇതൊക്കെ ഒരു അച്ചടക്കത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾ പഠിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, സാധാരണ രീതിയിൽ ടീച്ചേഴ്സും അതുപോലെ കുട്ടികളും ഈ ക്യാമ്പസിൽ ക്ലാസ്സിൽ വെച്ച് മാത്രമല്ല കാണുന്നത്. പല സമയത്തും ചിലപ്പോൾ വെളിയിൽ വെച്ച് കാണാം. നിങ്ങൾ കയറി വരുമ്പോൾ ഇറങ്ങി പോകുന്ന ഒരു ടീച്ചർ ഉണ്ടാവും. ഒരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ മറ്റേ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ, അതായത് കമ്പൈൻ ക്ലാസ് വരുമ്പോൾ എതിരെ പോകുന്ന ടീച്ചേഴ്സിനെ കാണാം. പക്ഷെ അപ്പോഴൊക്കെ ഒരുമാതിരി ആലുവാമണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലാതെ അവരെ ഇടിച്ചു മാറ്റി കൊടുക്കാറ്റ് പോലെ പോകുന്ന ഒരു നീതിമാറ്റം. രാവിലെ ആണെങ്കിൽ 12 മണിക്ക് മുമ്പാണെങ്കിൽ അവരെ അറിയാം ഗുഡ് മോർണിംഗ് പറയാൻ. അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ ആണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നുള്ളത് പറഞ്ഞിരിക്കും. അതുപോലെ 4 മണിക്ക് ശേഷം ഉള്ള സമയങ്ങളാണെങ്കിൽ ഗുഡ് ഈവനിങ് പറയാം. അത് ഒരു പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്ന് മാത്രമല്ല, വരുന്ന കാലയളവിൽ നിങ്ങൾക്കത് വളരെയധികം ഗുണം ചെയ്യും. അതൊരു നല്ല സ്വഭാവ രൂപീകരണത്തിന്റെ കാര്യം കൂടിയാണ്. കുട്ടികളത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. മറ്റൊരു വിഷയം, ഏതെങ്കിലും സാധന സാമഗ്രികൾ നിങ്ങളുടേതല്ലാത്തത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ
തീർച്ചയായും അത് ഉത്തരവാദിത്തത്തോടെ ക്ലാസ് ടീച്ചറിനെയോ അതല്ലെങ്കിൽ സ്റ്റാഫ് റൂമിലോ അല്ലെങ്കിൽ ഓഫീസ് റൂമിലോ ഏൽപ്പിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. വാച്ച് അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ഇൻസ്ട്രുമെന്റ് ബോക്സ്, കുട തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് വിട്ട് ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട സ്കൂൾ അധികൃതരെ ഏൽപ്പിക്കുന്നതാണ് അതിന്റെ മര്യാദ. അത് നിങ്ങൾ മനസ്സിലാക്കും. മാത്രമല്ല സ്കൂൾ ടൈമിൽ കൃത്യമായും വരാൻ നിങ്ങൾ ശ്രമിക്കണം. സ്കൂളിന്റെ ടൈം 10 മണിയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ആ സമയത്തേക്ക് എന്ത് കാര്യമാണെങ്കിലും ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങൾ സമയം പാലിക്കുക, സമയം കൃത്യത പാലിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം രക്ഷകർത്താക്കളോടാണ്. എല്ലാ വീട്ടിലും ഇപ്പൊ 4-5 മൊബൈൽ ഫോണുണ്ട്. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഗാർഹികമായ അന്തരീക്ഷത്തിൽ അത് കമ്മ്യൂണിക്കേഷൻ ഉപകാരപ്പെടുന്നതാണ്. പക്ഷെ ഒരു കുട്ടിയുടെ കയ്യിലും ക്യാമ്പസിൽ പ്രവേശിക്കുമ്പോഴെന്നല്ല സ്കൂളിലേക്ക് പോകുമ്പോൾ മൊബൈൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കില്ല. ഒരു തരത്തിൽ അനുവദിക്കരുതെന്ന് മാത്രമല്ല, സാറ് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ മുൻകാലങ്ങളിൽ എങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ടോ, സസ്പെൻഡ് ചെയ്യാൻ വരെയുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് മനസ്സിലാക്കാം. ആൺകുട്ടികളെ മാത്രമല്ല ഇത് കുറ്റപ്പെടുത്തുന്ന പെൺകുട്ടികളടക്കം മൊബൈൽ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. ക്യാമ്പസിൽ ഉപയോഗിക്കേണ്ടായോ എന്ന് കൊണ്ടുവന്നിട്ട് തൊട്ടടുത്തുള്ള കടകളിലോ കൂട്ടുകാരുടെ വീടുകളിൽ വെച്ച് തിരിച്ചു പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്നതും ശരിയല്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ മൊബൈല് നിങ്ങൾ അക്കാദമിക്ക് തീരുന്നവരെ കണ്ടുപിടിക്കാൻ തരുന്നതല്ല. മാത്രമല്ല അതിന്റെ വേണ്ടത്ര തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് മൊബൈൽ ഫോണ് പകുതിയിൽ പഠിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ ഈ കുട്ടികൾ 2 വർഷം ചെലവഴിക്കുന്ന പകലുകളെക്കാൾ 10 മടങ്ങ് കൂടുതൽ പകലുകളാണ് ഈ 2 വർഷം ഇവർ ഞങ്ങളോടൊപ്പം ചെലവഴിക്കും. രാത്രി ബാക്കിയുള്ള അവധി ദിവസങ്ങളിലുള്ള പകലുകളും നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ ഈ 2 അധ്യയന വർഷത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മക്കൾ ചെലവഴിക്കുന്ന പകലുകളെക്കാൾ കൂടുതൽ ഞങ്ങളോടൊപ്പമാണ് ചെലവഴിക്കുന്നത്. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, രാത്രിയിൽ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് വലിയ ഉത്തരവാദിത്വം വേണ്ട. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ കൂടെ അവർ സുരക്ഷിതരാണ്. പക്ഷെ ഇത്രയും നിങ്ങളില്ലാത്ത സ്ഥലത്തെ കൂടുതൽ പകലുകൾ ഞങ്ങളോടാണെങ്കിൽ ഞങ്ങൾ വളരെ കാര്യമായിട്ട് പറയുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ലൈസൻസ് ഇല്ലാത്ത കുട്ടികളാണ് ഈ പ്രായം. 5-6 മാസം കൊണ്ട് കഴിയുക അവർക്ക് ലൈസൻസ് എടുക്കാനുള്ള പ്രായമാകും. പക്ഷേ 3-4 പേരെ 2 വീലറിൽ വെച്ച് കൊണ്ടുപോകുന്ന എക്സ്പീരിയൻസ് നിങ്ങളുടെ കുട്ടികൾക്കൊന്നും ഞങ്ങൾക്കറിയാം. ഒരു കാരണത്താലും പള്ളിയിലേക്ക് വരുന്ന കുട്ടികളെ 2 വീലറിൽ കൂട്ടാനുള്ള ക്രമീകരണം ചെയ്യരുത്. അതുപോലെ നിർബന്ധമാണെങ്കിൽ പേരൻസോ അവരുടെ എൽഡർ ബ്രദേഴ്സോ അല്ലെങ്കിൽ കസിൻ ബ്രദേഴ്സോ ആരെങ്കിലും അവരെ ബൈക്കിൽ കൊണ്ടുവിടും. പക്ഷെ ബൈക്ക് കൊടുത്ത് ഫോണിന്റെ കാര്യം പറഞ്ഞ ഒരു വീട്ടിൽ 1-2 ബൈക്ക് കൊണ്ടുവന്നായി ഒരു തരത്തിൽ ബൈക്കിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. ഈ ക്യാമ്പസിനകത്ത് ഒരു കുട്ടിയുടെയും ബൈക്ക് ഞങ്ങൾ വെക്കുകയില്ല. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമീപത്തുള്ള വീടുകളിലോ ബന്ധുക്കളുടെ വീടുകളിലോ ബൈക്ക് കൊണ്ടുവച്ചിട്ട് ബൈക്കിലെല്ലാം വരുന്ന ഒരു പ്രവണതയുണ്ട്. കണ്ടാൽ പിടിക്കപ്പെട്ടാൽ ഞങ്ങൾക്ക് വളരെ ഈസിയാണ്. ഞങ്ങളുടെ യൂണിഫോമിലാണ് വരുന്നത്. ഞങ്ങളുടെ യൂണിഫോമിൽ വരുന്ന കുട്ടികളെ ഞങ്ങൾക്ക് എവിടെ വെച്ച് കണ്ടാലും അറിയാം. അതുകൊണ്ട് മാതാപിതാക്കളെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. 2 വീലറിൽ കുട്ടികളെ ക്യാമ്പസിൽ വിടുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല. അതുപോലെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളെ ഞങ്ങൾ തുടർന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റിത്തീരുകയാണ്. കാരണം അതായത് ലഹരി വിമുക്തമായ ഒരു ക്യാമ്പസ് മാത്രമല്ല, ലഹരി വിമുക്തമായ ഒരു സൊസൈറ്റി കൂടിയാണ് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും പ്രവണതയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷകർത്താക്കളെ വിവരം അറിയിക്കുന്നതാണ്. അതല്ല എങ്കിൽ ഇങ്ങനെ എന്റെ കൊച്ചിനെതിരെ ഇതുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ നിങ്ങൾ മുൻകൂട്ടി വിവരം അറിയിക്കേണ്ടതാണ്. കുട്ടികളുടെ പഠന നിലവാരവും പൊതുവെയുള്ള പെരുമാറ്റ രീതികളും അന്വേഷിക്കുവാൻ രക്ഷിതാക്കൾക്ക് അവകാശമുണ്ട്. ഏത് സമയത്തും നിങ്ങൾക്ക് ഈ കാര്യം അന്വേഷിക്കാൻ അധ്യയന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. സ്കൂൾ സമയത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ് സന്ദർശിക്കാം. പ്രിൻസിപ്പളിനോട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കാം. ക്ലാസ് ടീച്ചേഴ്സും അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾക്ക് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാവുന്നതാണ്. അതിനുള്ള അവസരം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കാം. 2, സാധാരണ രീതിയിൽ കുട്ടി ഒരു ദിവസം ഹാജരാകാതിരുന്നാൽ തൊട്ടടുത്ത ദിവസം രക്ഷിതാവ് സ്കൂൾ ഡയറിയിൽ കാരണം രേഖപ്പെടുത്തി ബോധിപ്പിക്കേണ്ടതാണ്. പലപ്പോഴും പിള്ളേർ തന്നെ ആ കോളത്തിൽ ഈ ഇന്നാറ പരീക്ഷയും കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾ അറിയത്ത് പോലുമില്ല. അത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന. പിന്നെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് പ്രോജക്റ്റ് ഒപ്പിടുമ്പോൾ നേരത്തെ ഉള്ള ഒപ്പും ഇത് തമ്മിൽ വ്യത്യാസം. അതുകൊണ്ട് നിർബന്ധമായും കുട്ടികൾ ലീവാണെങ്കിൽ ആ ലീവ് എങ്ങനെയാണ് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ട് ആ കോളത്തിൽ നിങ്ങൾ തന്നെ കാരണം എഴുതി ഒപ്പിട്ട് തരേണ്ടതാണ്. കുട്ടിക്കുണ്ടാകുന്ന ഏത് തരത്തിലുള്ള പരാതിയും പ്രശ്നവും രക്ഷകർത്താക്കൾക്ക് മേലധികാരിയായ പ്രിൻസിപ്പലിനെ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്.
കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടോ, അവനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശല്യപ്പെടുത്തുന്നുണ്ടോ, പുറമെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ, അത് നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം. ഉടനടി അത് പരിഹരിക്കുന്നതിന് ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ആ കാര്യങ്ങൾ തുറന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതി. മറ്റൊരു കാര്യം, ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകാം. തുടർച്ചയായ തലവേദന, അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലുള്ള വിഷയങ്ങൾ, അതല്ലെങ്കിൽ ഈ അതിനെന്താ പറയുക, ചന്നി എന്ന് പറയുന്ന സംഗതി, ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് വരാവുന്ന അസുഖങ്ങളാണ്. അങ്ങനെയുള്ള ഫിക്സ് വരെയോ ചിലപ്പോൾ കേസുകളോ അല്ലെങ്കിൽ ഭയങ്കര ഹാർട്ട് കേസുകളോ എന്ന രീതിയിൽ ഏതെങ്കിലും ഇതിലുണ്ടാവുക, ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ഞങ്ങളെ അറിയിക്കും. ഏത് ക്ലാസ് ടീച്ചറാണ് എന്ന് കണ്ട ക്ലാസ്സിൽ വേണമെങ്കിൽ കുഞ്ഞിന് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ നിരന്തരമായി ഏതെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവർ, എന്തെങ്കിലും തരത്തിലുള്ള ഒഴിവോ ചതവോ മുറിവോ ഒക്കെ ഉണ്ടായ പ്രശ്നങ്ങളുള്ളവർ, മാനസികമായ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ളവരെ പ്രത്യേകമായി ഞങ്ങൾക്ക് കൗൺസിൽ ചെയ്യാൻ കഴിയും, അവരെ പ്രത്യേകമായി കെയർ ചെയ്യാൻ കഴിയും. അവരുടെ കാര്യങ്ങളിൽ ഞങ്ങളുടെ അധ്യാപകർക്ക് ഒരു ബോധ്യം ഉണ്ടാവുകയും ചെയ്യും. അത് നിങ്ങൾ ഞങ്ങളോട് പ്രത്യേകമായി പറയേണ്ടതാണ്. മാത്രമല്ല, കുട്ടികളുടെ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട 1-2 പ്രോഗ്രാമുകൾ എല്ലാ വർഷവും ഇവിടെ ചെയ്യുന്നതാണ്. കുട്ടികളുടെ പഠന നിലവാരം രേഖപ്പെടുത്തുന്ന പ്രോഗ്രസ് കാർഡ് ഒപ്പിടുന്നതിന് വേണ്ടി നിങ്ങളിവിടെ വിളിക്കാൻ സാധ്യതയല്ല, വിളിക്കാറുണ്ട്. വർഷത്തിൽ 2-3 തവണ അവിടെ കാണുന്ന ഒരു പ്രശ്നം, പലരും ജോലിക്ക് പോകുന്നവരാണ്, ഞങ്ങൾക്കറിയാം. ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ 10-200 രൂപ നഷ്ടമുള്ളതാകുന്ന വിഷയമാണ് എന്ന് അറിയാം. പലപ്പോഴും ഞങ്ങൾ വിളിക്കുന്നത് സ്കൂളിന്റെ ടൈം ടേബിൾ മുഴുവൻ മറ്റ് ക്ലാസ്സുകളിലേക്ക് ക്രമീകരിച്ചിട്ട് ഞങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങളെ പേഴ്സണലായിട്ട് കണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ട് സമയം കുറ്റപ്പെടുത്തിയാണ് വിളിക്കുന്നത്. ഇപ്പൊ കണ്ടുവരുന്ന ചില പ്രവണത നിങ്ങളുടെ സൗകര്യത്തിനാണ് നിങ്ങൾ വരുന്നത്. പക്ഷെ അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലായിരിക്കും, ക്ലാസ് ടീച്ചേഴ്സ് വേറെ ജോലിയിലായിരിക്കും, പ്രിൻസിപ്പൾ വേറെ ജോലിയാണ്. ഇതിനു വേണ്ടി രക്ഷാകർത്താക്കളെ അധ്യാപകർ കാണുന്നതിന് വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുപ്പ് അയക്കുന്ന ദിവസം ഉടനെ പറയുന്നൊന്നുമല്ല, 3-4 ദിവസങ്ങൾക്ക് മുമ്പേ പറയുന്നതാണ്. ആ ദിവസം കൃത്യമായി നിങ്ങൾ മാറ്റിവെക്കണം. 2 മണിയെങ്കിൽ 2 മണി, 3 മണിയെങ്കിൽ 3 മണി, ആ സമയത്ത് നിങ്ങൾ വരണം. കാരണം നിങ്ങളുടെ കുട്ടികളെ കുറിച്ചുള്ള റീഡിങ് അറിയാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദിവസമാണ്. ചിലപ്പോൾ പിറ്റേ ദിവസം വന്നിട്ട് സാറെ പണിക്ക് പോയപ്പോഴായിരുന്നു ഒന്നും വരാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു രീതി മാറ്റേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടി പറയാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട സകല വിധത്തിലുള്ള നിയമങ്ങളും അച്ചടിച്ച് ഇത് ഞങ്ങൾ സ്കൂൾ അച്ചടക്ക പരിപാലനം സംബന്ധിച്ച് തീരുമാനങ്ങൾ പറഞ്ഞ് ഇത് കിട്ടിയിട്ടുള്ളവരുണ്ട്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഇവിടെ അത് അവൈലബിളാണ്. നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇത്തരത്തിൽ ഈ കലാലയത്തിന്റെ നിറഞ്ഞ അക്ഷരവിശുദ്ധിയിലേക്ക് കടന്നു വന്ന നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് നിങ്ങളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. നമസ്കാരം.